ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 9. ഈ ശ്ലോകത്തിൽ കുണ്ഡലിനി ശക്തിയെ അഥവാ ദിവ്യബോധശക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു യോഗാക്രമമാണ്. മനുഷ്യനിലെ വിശിഷ്ടമായ പരിണാമശക്തി. ഈ ശക്തി ഉണരുമ്പോൾ ബോധമണ്ഡലം വികസിക്കുന്നു. ഒരു സാധകൻ യോഗവിദ്യയിലൂടെ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ഡലിനി ദേവിയെ ഉണർത്തിവിട്ട് ജ്ഞാനാനന്ദപ്രവാഹമായ ആ ദേവീ തത്വത്തെ അനുഭവിക്കുന്നു. ശ്ലോകം 9. ഓം ശ്രീ മഹാദേവിയേ നമഃ. മഹിം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോഭിപ്രൂമധ്യേ സകലമപി ഭിദ്വാ കുലപദം സഹസ്രാരേ പദ്മേ സഹരഹസി പത്യാ വിഹരസേ. പഞ്ചഭൂതങ്ങളായ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ ഷഡാധാര ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെയെന്നു പറയുന്നു. അല്ലയോ കുണ്ഡലിനി രൂപിണിയായ ദേവി, നിന്തിരുവടി സർവ ആധാരഭൂതമായ മൂലാധാരത്തിൽ ഭൂമി തത്വത്തെയും, മണിപൂര ചക്രം എന്നത് ജലതത്വത്തെയും, സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നി തത്വത്തെയും, അനാഹത ചക്രത്തിൽ വായു തത്വത്തെയും, അതിനു മുകളിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശ തത്വത്തെയും, ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്സ് എന്ന തത്വത്തെയും, ഇങ്ങനെ തത്വാധിഷ്ഠാനങ്ങളായ മൂലാധാരാധിഷ്ഠ ചക്രമാർഗമായ കുളപദത്തെ, അതായത് സുഷ്മന മാർഗത്തെ ഭേദിച്ചിട്ട് ശിരസിൽ 1000 ദളങ്ങളോട് കൂടിയ പത്മത്തിലിരിക്കുന്ന തൻ്റെ പതിയായ പരമശിവനോട് കൂടി വിഹരിക്കുന്നു. ബ്രഹ്മാണ്ടത്തിലുള്ള സമസ്ത ശക്തികളും നമ്മുടെ ശരീരത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ഒരു സാധകന് ഈ ശക്തിയെ അനുഭവിക്കാനുള്ള യോഗാക്രമമാണ് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ഡലിനി ശക്തിയെ ഉണർത്തിവിടുക എന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവർത്തനരംഗത്ത് വരാതെ ഒതുങ്ങിയിരിക്കുന്ന ശക്തിയാണിത്. മനുഷ്യനിലെ വിശിഷ്ടമായ പരിണാമശക്തി. ഈ ശക്തി ഉണരുമ്പോൾ നമ്മുടെ ബോധമണ്ഡലം വിവിധ ഘട്ടങ്ങളിലൂടെ പരിണമിച്ച് വികസിക്കുന്നു. ഈ കുണ്ഡലിനി ശക്തിയെ ഉണർത്തുകയാണെങ്കിൽ അത് അതിബോധാവസ്ഥയിലേക്ക് മനുഷ്യബോധമണ്ഡലത്തെ ഉയർത്തുന്നതാണെന്നും അപ്പോഴുണ്ടാകുന്ന അപാര ജ്ഞാനത്തിലൂടെ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും മായിക വലയത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടാൻ കഴിയുമെന്നും ഋഷികൾ അനുഭവിച്ചറിഞ്ഞു. മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ഡലിനി ശക്തി അഥവാ ദിവ്യബോധശക്തിയെ ദേവീഭാവത്തിൽ സങ്കല്പിച്ച് മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് വന്ന് അങ്ങനെ 6 ചക്രങ്ങളെയും 25 തത്വങ്ങളെയും ഭേദിച്ചിട്ട് മൂർധാവിൽ സഹസ്രാരപത്മത്തിലിരിക്കുന്ന തൻ്റെ പതിയായ പരമശിവനുമായി ക്രീഡിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതി പുരുഷ തത്വങ്ങൾ അഥവാ ശിവശക്തി മേളനം നടക്കുമ്പോഴാണ് അത് ആനന്ദലഹരിയായി തീരുന്നത്. ഇങ്ങനെ ശിവചൈതന്യവുമായി ലയിക്കുമ്പോഴുണ്ടാകുന്ന അമൃതധാരയിൽ സാധകൻ പരമാനന്ദം അനുഭവിക്കുന്നു. സർവം ജഗദംബാർപ്പണമസ്തു.